channel Naomi and the vlogs. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ സ്റ്റഡി ടേബിൾ ക്ലീനിങ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേയായി അവള് പറയണു സ്റ്റഡി ടേബിൾ ക്ലീനിങ്. എൻ്റെ പിറകം നടന്ന് ശല്യം ചെയ്ത് ഇന്നാണ് ഞാനിപ്പോൾ ആ വീഡിയോ എടുത്തു കൊടുക്കുന്നത് കേട്ടോ. എന്നും ഇവൾക്ക് തന്നെ പണി ക്ലീൻ ആക്കുക, അതുപോലെ തന്നെ പിന്നെ വീണ്ടും അലങ്കോലാക്കുക, ക്ലീൻ ആക്കുക, അലങ്കോലാക്കുക തന്നെ പണി. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡി ടേബിളിന്റെ കോലം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ സ്റ്റഡി ടേബിൾ ഞങ്ങൾ വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു വട്ടം ഇതിന്റെ ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പറ്റിച്ച എനിക്കറിയില്ല കൊടുക്കാൻ പറ്റുമോന്ന്. അപ്പോൾ അവളിതാ സ്റ്റഡി ടേബിളിന്റെ ഈ ഡോറിന്റെ മുന്നിൽ ഇതൊക്കെ അവളുടെ പണി കേട്ടോ. ഈ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ വരാറില്ല. ഞാൻ അവളെ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കില്ല, അവള് തന്നെ ചെയ്തോളൂ. ടൈം ടേബിളൊക്കെ നല്ല ടൈം ടേബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് അവള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടൈം ടേബിളൊക്കെ മാറും തോന്നുന്നു, ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ എന്നാ സ്റ്റഡി ടേബിൾക്ക് കടന്നോളൂ. ഇതാ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ. ഇത് തുറക്കുമ്പോ ഇത് നമ്മൾ എഴുതാനൊക്കെ അധികം എഴുതാനൊക്കെ ഉപയോഗിക്കും. വെയിറ്റ് അധികം കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ അവര് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് അധികം കൊടുക്കാൻ പാടില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ എഴുതാനും ഇതിനൊക്കെ ഉപയോഗിക്കും, കളർ ചെയ്യാൻ അങ്ങനെ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഷെൽഫിൽ ഇതങ്ങനെ 3 കള്ളി ഉണ്ട് ഇവിടെ. അവിടെ ബുക്സ് കാര്യങ്ങൾ അവളുടെ സാധനങ്ങളൊക്കെ ഇതങ്ങനെ വെക്കണ ഒരു കള്ളി. ഇത് അടക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ഡോറ് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ ഗൈസ്, ബുക്സ്. അതെ, ഇത് കുറച്ച് എക്സ്ട്രാ ബുക്ക്. ഇതെന്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ ഗൈസ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയ ഒരു സ്റ്റഡി ടേബിൾ ആയിരിക്കും. ഇത് കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ വാങ്ങുമ്പോൾ 4000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ്. 4000 5000 എത്ര ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ എന്നാ അവളുടെ ക്ലീനിങ് കാണാം നമുക്ക്. അതൊക്കെയറിയില്ല. നമുക്ക് എല്ലാ സാധനവും പുറത്തേക്ക് വെക്കാം. ക്ലീൻ ആക്കാം. ഇതൊക്കെ അവള് ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ്. മാറും മൈ തിങ്സ് ബോക്സ് പറഞ്ഞിട്ട് ഇതൊക്കെ അവള് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. കുടിൽ ക്ലൗഡ് അല്ലേ, കടിൽന്ന അവരാണ് അവളുടെ ശിക്ഷ എന്താ ഗുരു. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. ഫോണിന്റെ മറ്റേ പെട്ടി ഉണ്ടാവുമല്ലോ, ഇതിനുള്ളിൽ ഞാൻ എന്റെ ഈ സ്റ്റിക്കേഴ്സ് ഭ്രാന്തൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക്. പിന്നെ എന്റെ ഒരു ഗമ്മുണ്ട്. ഇത് കഴിയാറായി. കഴിയും. എങ്ങനെ കഴിയാതിരിക്കുക? ഇതെന്തിനാന്ന് എനിക്കെന്നറിയില്ല. ഗമ്മൊക്കെ അവൾക്ക് ഞാൻ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊടുത്തതാ. പിന്നെ ഇത് അവളുടെ കണ്ട ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കട്ടർ നോക്കൂ നിങ്ങള്. നമ്മളൊക്കെ മറ്റിച്ചുള്ള നല്ല രസമുണ്ടല്ലേ. അതെന്താ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇതില് മറ്റേ സ്റ്റേപ്ലയറിന്റെ ആയിക്കോട്ടെ. പിന്നെ ഇത് എന്റെ ഫ്രണ്ട് സാധനം വന്നപ്പോ കിട്ടിയതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ഇതാട്ടോ. ഇത് അവിടെ വെച്ച അവളുടെ അല്ല, പക്ഷെ ഇതിലാണ് എന്റെ താക്കോൽ. അത് എന്തിന്റെ താക്കോലാ? കുടുക്കയുടെ താക്കോലാണ് കേട്ടോ. അതിൽ അവള് വെച്ചിട്ട് അവൾക്ക് അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത കുടുക്കയാണ് അവളുടെ സമ്പാദ്യപ്പെട്ടി. ആദ്യം അവൾക്ക് ചാച്ചൻ വേറെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലിപ്പോ എത്ര ഉണ്ടാവോ? ഇത് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയിടാനുള്ളതാ. സുകന്യ സ്മൃതിയില് പോസ്റ്റ് ഓഫീസില് കുറച്ചും കൂടി ആണ്. കഴിഞ്ഞ പ്രാവശ്യം 2000 അതിന് മുന്നേ 3000 ഒക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം കുറവാണ് ഗൈസ്. ചില്ലറ പൈസ ഇട്ടത്, ചില്ലറയും നോട്ടും കൂടിയിട്ട് ഒരുമിച്ചിടരുത് ഗൈസ്. ഞാൻ ഏതൊരു യൂട്യൂബിൽ കണ്ടത്. അതൊക്കെ അവൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടെന്ന് കുറച്ച് പെരുകി ഞാൻ അറിയാം. ഇത് എനിക്ക് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് അന്ന് എന്താ ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അവിടുത്തെ ഒരു കുട്ടി തന്നതാണ് കേട്ടോ ഗൈസ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പട്ടാമ്പി അക്കാഡമിക് കൗൺസിലറായിട്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. അത് അവളെടുത്തു. എന്താ അല്ലേ, അമ്മ കിട്ടിയ സമ്മാനം മോളെടുത്തു. എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ സ്റ്റിക്കറിന്റെ കൂടെ കിട്ടിയതാണ്. ഇത് എനിക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആയി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് മറ്റേ ഗ്രിഡ് ലൈറ്റ്സ്
അത് അതിൽ തന്നെ ഇട്ടോളൂ. പിന്നെ ഞാൻ കുറച്ചുണ്ടാക്കിയ ബുക്സ് ആണ്. ഇത് എന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞതാണ്. വേറെ ഇത് 3 ഞാൻ ഉണ്ടാക്കിയതാണ്. കാട്ടിത്തരും ഇങ്ങട് ഓരോന്നായി കാണിച്ചു. ലോക്ക് ആ മതി ഇനി അടുത്ത് എല്ലാം അങ്ങനത്തെയാണ്. കളർ ചേഞ്ച്. ഇതെന്റെ ബ്ലൈൻഡ് ബാഗ്. ഇത് അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്തിട്ടല്ലോ ഒരു വട്ടം. ഇത് അൺബോക്സ് ചെയ്യാം നമുക്ക്. ഇപ്പൊ പറ്റില്ല. ഇപ്പൊ പറ്റില്ല. അവൾക്ക് പറയുമ്പോ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് വേറെ ടേപ്പ്. വേഗം ഇതിന്റെ അല്ലേ? ഇതൊക്കെ ഞാൻ എടുത്തു. ഇതിൽ എന്റെ പേപ്പർ സോപ്പ് മറ്റേ സ്കെച്ച് ഇതൊക്കെയാണ്. അടുത്തത് ഇത് മറ്റേ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ. ഇതും എന്റെ ഒരു ഫ്രണ്ട്സ് തന്നതാണ്. എന്തായാലും എത്ര ഫ്രണ്ട്സ് അവൾക്ക് മറ്റൊരു ഫ്രണ്ടിനെ അത് ഫുഡ് തന്നിരിക്കുന്നേ. പിന്നെ ബുക്സ്. ഇത് ആവശ്യമില്ലാത്തതൊക്കെ അതിലിടരുത് പറഞ്ഞിട്ട് ഞാൻ. ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോ സ്റ്റഡി ടേബിൾ അങ്ങനെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഓർക്ക പറയൂ അമ്മ. ഓക്കേ, ഇതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. ഇത് അവൾക്ക് അച്ഛൻ കൊടുത്തതാട്ടെ ഈ പെൻസിലിന്റെ സാധനം വെക്കണത്. ഈ ഫോട്ടോ കണ്ടില്ലേ ഗൈസ്? ഇത് അവളുടെ സ്റ്റഡി ടേബിളിലാണ് വെച്ചിരിക്കുന്നത്. അനിയനും ചേച്ചിയമ്മയും. അവളുടെ ഡാഡി കൊടുത്തതാണ് അവൾക്ക് അങ്ങനെ വെക്കാൻ. ഇത് ഞാൻ ചിലപ്പോ മേക്ക് ഓവർ ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. പിന്നെ കുറച്ച് പേപ്പർ കഷ്ണം. ഇതെന്റെ ഡാൻസിന്റെ ബുക്ക്. ഇതെന്റെ ലൈബ്രറി ബുക്ക്. ഞാൻ അലങ്കാരം ചെയ്തതാണ്. ഇതെന്റെ പഴയ ക്ലിപ്പിന്റെ മുകളിലത്തെ ഒരു ഗിൽറ്റായിരുന്നു. അത് ഞാൻ പറിച്ച് ഒടിച്ച് ഇതിന്റെ ഉള്ളിൽ ഒട്ടിച്ച് അത് തന്നെയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് താഴത്തെ സാധനങ്ങൾ എടുക്കാം. ഇത് ക്ലീൻ ആക്കാൻ ഞാൻ കുറച്ച് പാടി. അതൊക്കെ പുറത്തേക്ക് വെച്ചോളൂ. ഇതിലെന്റെ മറ്റേ എക്സാം എഴുതുമ്പോൾ പേപ്പേഴ്സ്, അവളുടെ കൊറേ പേപ്പേഴ്സ് ഉണ്ട്. പഴയ ബുക്കൊക്കെ എന്താ ചെയ്യാ? വേറെ എവിടെയെങ്കിലും കൊടുക്ക. പേജൊക്കെ ഉണ്ടെങ്കിലേ. അല്ലെങ്കിൽ ബേബിയെ വീഡിയോ നമ്മൾ എടുക്കുമ്പോളേ കാണാൻ, ചില വീഡിയോ കാണാൻ 10,000-ന് മേലെ ആൾക്കാരുണ്ടാവും. ചില വീഡിയോ കാണാൻ 100 പേര് 200 പേര്. അതെ, നമ്മുടെ അമ്മമ്മ ഡെയിലി നമ്മൾ വീഡിയോ ഇട്ട് മുടങ്ങാതെ കാണുന്ന ആളാണ് അമ്മമ്മ. ഡ്രോയിങ് ബുക്ക് ഞാൻ അലങ്കാരം ചെയ്തതാണ്. എനിക്കല്ല ബുക്കും. ഇത് ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്തോണ്ട് സാധാരണ ഒന്നും കൂടി ചെയ്തോളാൻ. കൈയെടുക്ക്. പിന്നെയുള്ളതാണ് വെരി നൈസ്. യു ചിത്രകാരി. കഴിഞ്ഞു. ഞാൻ വേഗം ക്ലീൻ ആക്കാൻ തുടങ്ങിക്കോളൂ. ഇതാണ് നോക്ക് ഗൈസ്, ഈ ബെഡ് മൊത്തം കണ്ടോ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പുറത്തെ ബെഡിൽ ഇതാ പഴയ നോട്ട്സ്. ഇനി ക്ലീൻ അത് തുടക്കിയ, ഒരു തുണി എടുത്തിട്ട് അങ്ങോട്ട് തുടക്കിയ കുഞ്ഞനെയും അമ്മമ്മയുടെ. പഴയ തുണി എടുക്കാൻ പോവുകയാണ്. ഇനി അവൾ ഒരു പഴയ തുണി എടുത്തിട്ട് അത് തുടയ്ക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾ കാണുന്നത് ഇപ്പോഴത്തെ ഞാൻ അത് അടിയിലും തുറന്നിട്ടാ. തുണി കണ്ടല്ലോ വേണമെന്നില്ല. ലാസ്റ്റ് മോൾ ചെയ്യുമ്പോ ഇവിടെ മുഴുവൻ പൊടിയാവും. അപ്പൊ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് താഴെ എത്തുമ്പോ കാണിച്ചേ. ബൈ. അവള് സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കിയപ്പോൾ കിട്ടിയ പൊടിയോളാണ് ഇട്ടത്. അപ്പോൾ അവൾ അതവിടെ അടിക്കുകയാണ്. എന്നിട്ട് ഇതാ അതെ, കുഴപ്പമൊന്നുമില്ല. ഇനി അവിടെ അവള് എല്ലാം വെക്കിട്ട് ഗൈസ്. നമുക്ക് വയ്ക്കാൻ തുടങ്ങാം. ടെക്സ്റ്റ് നോട്ടും വെക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇതിൻ്റെ നോട്ട്സ് വെക്കാറ്.
ഒതുക്കി വെക്കണം. അപ്പൊ ബേബിയെ ഇനി ഇത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കാട്ടുകയാണ് നല്ലത്. ഇത്ര നേരം തോനെ നേരം നമുക്കിത് ഓണാക്കി വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഇത് ഫുൾ ക്ലീൻ ആക്കിയിട്ട് കാണാം. ഒരു ഫും കൊടുത്തോ. അപ്പൊ guys, ഇവിടെ സ്ഥിതിട്ട് ഇവിടെ എന്റെ ബുക്സ്, ഇവിടെ എന്റെ ക്രാഫ്റ്റ് ഐറ്റംസ്, ഇവിടെ ഫയൽ. നമുക്ക് ഇവിടെയാണ് ഇപ്പൊ നല്ലപോലെ വൃത്തിയായി. പഴയ ബുക്സൊക്കെ നമ്മൾ മാറ്റി. ഞങ്ങൾ മാറ്റി. അപ്പോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കഴിഞ്ഞ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ബൈ. ബൈ.